ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ടുള്ളൊരു കേക്കാണ്. നമുക്ക് മൈദയോ മുട്ടയോ ഒന്നുമില്ലാതെ തന്നെ ചക്ക വെച്ചിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേഗം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചക്ക എടുത്തിട്ടുണ്ട്. ഒരു 8-10-12 ചുള ഉണ്ടാവും കേട്ടോ. ചക്ക എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. അത് ജസ്റ്റ് വെള്ളമില്ലാണ്ട് പേസ്റ്റ് ആക്കിയതാണ്. അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 കപ്പ് റവയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴമാണ്, പാളയംകുടം പഴമാണ്. നിങ്ങൾക്കത് ഇല്ലെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴവും ആഡ് ചെയ്യാം. ഏത്തപ്പഴവും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാനിവിടെ ഈ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ചക്കയുടെ പേസ്റ്റ് മൊത്തത്തിലേക്ക് ഞാനൊരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടെ കുറച്ചുകൂടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ആട്ടപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് ഞാൻ മുഴുവനായിട്ട് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പ് തേങ്ങ ഞാൻ മുഴുവനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റവയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ റവയുടെയും ആട്ടപ്പൊടിയുടെയും അളവ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഭയങ്കര ലൂസ് മാറി കുറച്ചും കൂടി ഹാർഡ് ടെക്സ്ചറായിട്ട് കിട്ടും. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എനിക്ക് ഈ ബാറ്റർ കുറച്ചും കൂടി ലൂസായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി നമ്മുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ റവയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ടോട്ടൽ 1/2 കപ്പ് ഫുള്ള് യൂസ് ചെയ്തിട്ടോ. ഇനി ഞാൻ ഈ പഴം ജസ്റ്റ് നന്നായിട്ട് വെറുതെ വെള്ളമൊന്നും ഇല്ലാതെ മിക്സിയിട്ട് അടിച്ചിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലൊരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഏത്തപ്പഴവും നമുക്ക് ആഡ് ചെയ്യാം. ഇത് ഓപ്ഷനാണ് പഴം. ഇതില്ലാന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ബാറ്റർ ലൂസാവും. അപ്പോൾ അതും കൂടി ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ആഡ് ചെയ്യാണ്. ഞാൻ നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്ചർ ഇതുപോലെ ഇരിക്കും. ഇനി ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്യാണ്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇതിനകത്താണ് നമ്മൾ ആവി കയറ്റാൻ പോകുന്നത്. നമ്മൾ ബേക്ക് ചെയ്യുകയോ അതേപോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്യുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. ജസ്റ്റ് ആവി കയറ്റാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മുടെ മിക്സ് ചെയ്ത ഫുള്ള് ബാറ്റർ നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ട്സോ പിസ്തയോ ബദാമോ എന്ത് വേണം യൂസ് ചെയ്യാം. ഞാനിവിടെ കാഷ്യൂസ് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മുടെ ജാക്ക് ഫ്രൂട്ട് കേക്ക്, ചക്ക കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് ജസ്റ്റ് ആവി കയറ്റി മൂടി വയ്ക്കുകയാണ്. ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും, ഒരു 50-30 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചക്ക കേക്ക് ഇവിടെ കുക്ക് ചെയ്ത് കിട്ടും. സാധാരണ നമ്മൾ എങ്ങനെയാണോ ആവി കയറ്റുന്നത് അതേപോലെ ആവി കയറ്റിയാൽ മതി. ഇപ്പം നമ്മുടെ ബാറ്റർ മൊത്തത്തിൽ കുക്കായി വന്നിട്ടുണ്ട്. പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ചക്ക വെച്ചിട്ട് പുതിയ ഒരു ഡിഷൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. സാധാരണ ചക്ക അടയായിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. ഞാൻ ജസ്റ്റ് കേക്ക് പോലെ ഉണ്ടാക്കിയെന്നുള്ളൂ. ചക്ക ഇല വെച്ചിട്ട് മുകളിൽ അടയാക്കി ഉണ്ടാക്കാം. അപ്പം ഇനിയും പുതിയ വീഡിയോസായിട്ട് വരും. അതുവരെ അസ്സലാമു അലൈക്കും.